ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇഷൽ വേൾഡ്. ഞാനിവിടെ നിന്ന് കാണിക്കുന്ന വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് വെച്ചിട്ടുള്ള ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയാണ്. ബീറ്റ്റൂട്ട് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് തോരനൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക. നമ്മൾ വെറുതെ അങ്ങനെ കഴിച്ചു പോവും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലോണം ഇഷ്ടമാകുന്ന റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇതിനാവശ്യമായിട്ട് 2 ബീറ്റ്റൂട്ട്, ഒരു സവാള, 2-3 പച്ചമുളക് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് അടുപ്പിലൊരു പാൻ വെച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ച സവാള, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത്യാവശ്യം വഴന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരിത്തിരി മുളക് പൊടി, അതൊക്കെ നമ്മളെ എരിവിനും ഒക്കെ അനുസരിച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ, കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ കുറച്ച് എരിവൊക്കെ കുറച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. മസാലപ്പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ബീറ്റ്റൂട്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് ഇവിടെ വേവായി വന്നിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് ചേർക്കാൻ പോണത് വേവിച്ച് വെച്ച കടലയാണ്, കറിക്കടലയാണ് അതിലേക്ക് ചേർക്കാൻ പോണത്. കറിക്കടല അതിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പിട്ട് വേവിച്ചെടുത്ത കടലയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ചിരവിയ തേങ്ങയാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കുക, ഒക്കെ പാകമാണോ നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടി അടച്ച് വെക്കുക. ഒക്കെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വെച്ച് കൊടുക്കുക. തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഉപ്പേരി അഥവാ തോരൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇവിടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ എന്താ ചന്തല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും.
ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ കുട്ടികൾ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കൊടുത്ത് നോക്കി നോക്കുക. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക, അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.